ഞാൻ ഡോക്ടർ സുരേഷ്, ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. ലോക തൈറോയ്ഡ് ദിനം മെയ് 25-ന് ലോകമെമ്പാടും ആചരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഈ രോഗത്തെപ്പറ്റിയുള്ള ഒരു ബോധവൽക്കരണം ആളുകളിൽ കിട്ടാനായിട്ട് നമ്മളൊരു ഇൻ്റർനാഷണൽ തൈറോയ്ഡ് അവെയർനെസ് വീക്ക്, അതായത് ഒരു വാരം ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ആചരിക്കുകയാണ്. പ്രധാനമായും 5 തരത്തിലുള്ള തൈറോയ്ഡ് രോഗങ്ങളെയാണ് ഇത് നമ്മൾ ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, തൈറോയ്ഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോഴുണ്ടാകുന്ന ഹൈപ്പോ തൈറോയിഡിസം. പിന്നെ തൈറോയ്ഡിൻ്റെ പ്രവർത്തനം കൂടുമ്പോഴുണ്ടാകുന്ന ഹൈപ്പർ തൈറോയിഡിസം. പിന്നെ അയഡിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന തൈറോയ്ഡ് രോഗങ്ങൾ. പിന്നെ തൈറോയ്ഡ് ക്യാൻസറുകൾ. പിന്നെ ഹാഷിമോട്ടോസ്, അതായത് ഓട്ടോ ഇമ്മ്യൂണിറ്റി മൂലം ഉണ്ടാകുന്ന ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ്. ഇങ്ങനെ 5 രോഗങ്ങളാണ്. ഇതിലേറ്റവും ആളുകളിൽ കോമൺ ആയിട്ട് കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസം, അല്ലെങ്കിൽ തൈറോയ്ഡിൻ്റെ പ്രവർത്തനം കുറയുന്ന രോഗമാണ്. ലോകത്തെമ്പാടും ഒരു 222 ദശലക്ഷം ആളുകൾ തൈറോയ്ഡ് രോഗത്തിന് അടിമപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ത്യയിലാണെങ്കിൽ 4 കോടിയോളം, 42 മില്യൺ ആളുകൾ തൈറോയ്ഡ് രോഗികളാണ്. കേരളത്തിൻ്റെ സ്വഭാവവും വിഭിന്നമല്ല. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനവും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ അളവും നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തിൻ്റെയും മറ്റ് ഉപാപചയ പ്രവർത്തനങ്ങളുടെയും സ്ത്രീകളുടെ മെൻസ്ട്രൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പിന്നെ മറ്റ് രോഗങ്ങൾ, നമ്മുടെ മെറ്റബോളിക് ഡിസീസസ് വരാതിരിക്കാനും തൈറോയ്ഡ് ഹോർമോണിൻ്റെ സന്തുലിതാവസ്ഥ വളരെയധികം അഭികാമ്യമാണ്. അപ്പോൾ ഈ തൈറോയ്ഡ് ബോധവൽക്കരണ വാരത്തിൽ നിങ്ങളുടെ തൈറോയ്ഡിൻ്റെ ആരോഗ്യം കൃത്യമായിട്ട് പരിശോധിക്കുകയും അതിൽ ബ്ലഡിലുള്ള തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ അളവോ അല്ലെങ്കിൽ ഫ്രീ തൈറോയ്ഡോ ഫ്രീ ഹോർമോണിൻ്റെ അളവോ ഒന്ന് പരിശോധിക്കുകയും അതിലെന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ സ്കാനിങ്ങോ മറ്റു അസുഖങ്ങളോ തൈറോയ്ഡ് സംബന്ധമായിട്ടുണ്ടോ എന്ന് വിശദമായിട്ട് പരിശോധിക്കാനുമുള്ള ഒരു അവസരം നമ്മുടെ ശ്രീനാരായണ മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യുക. എല്ലാവർക്കും ഈ തൈറോയ്ഡ് ബോധവൽക്കരണ ക്യാമ്പിലേക്ക് ഒരു ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു.